प्रेज़ लॉर्ड। सुना हुआ विषय के वचन में हम लोग और थोड़ा मनन करेंगे। നമ്മൾ റോമലേഖനം അതിന്റെ 2-ാം അധ്യായം അതില് 29-ാം വാക്യം വായിക്കാം. 21 आണോ? 2:29. रोमियो का पुस्तक दूसरा अध्याय उसका 29 हम पढ़ेंगे। അവിടെ ആ, പുറമേ യഹൂദനായവനല്ല യഹൂദൻ. അവിടെ അതിന്റെ 28-ാം വാക്യം മുതൽ വായിക്കാം. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിന്റെ പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവൻ എത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്ര പരിച്ഛേദന. അവന് മനുഷ്യരല്ല, ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. वहां पर यहूदियों के विषय में बोलते समय में वो यहूदी नहीं जो बाहर से प्रकट होकर बाहरी रीति से दिखाता है, ना ही वो है जो खतना लेकर शारीरिक रीति से दर्शाता है, बल्कि असली में यहूदी वो है जो मन का है, अंदरूनी भाग का है और हृदय का खतना से है। ऐसा है तो तुम प्रशंसा मनुष्यों की ओर से नहीं परंतु परमेश्वर की ओर से होती है। ഈ പരിച്ഛേദന എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. അത് ഹൃദയത്തിന്റെ പരിച്ഛേദന എന്ന് ഉദ്ദേശിക്കുന്നത് ലോകത്തിൽ നിന്നുള്ള ഒരു വേർപാടിനെയാണ് കാണിക്കുന്നത്. तो व्यवस्था विवरण में जब हमने पहला पढ़ते समय में उधर भी हमने हृदय का खतना के बारे में हमने देखा था। व्यवस्था विवरण 30 का 6 में तो वहां पर जो हृदय का खतना के विषय में बोलते समय में उसका आत्मिक अर्थ हमें इस रीति समझते हैं कि हम जो संसार से हम लोग जब अलगवाई करके अलग हो गए करके उसको दर्शाता है हृदय का खतना है। അപ്പോൾ അത് ആ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ കൈകൊണ്ടല്ലാത്ത ഒരു പരിച്ഛേദന നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. तो वो एक खतना जो वो है जो प्रभु यीशु मसीह का क्रूस का मृत्यु के द्वारा हम सभी लोगों को एक ऐसा खतना हम यीशु मसीह के द्वारा लिया है जो हाथों का नहीं है। നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും ഈ പരിച്ഛേദനയുടെ ബേസിലാണ് ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മളിൽ സ്ഥാപിക്കപ്പെടുന്നത്. तो जब हम लोग प्रभु का वचन पढ़ते समय में और वचन ध्यान और मनन करते समय में बोलते समय में प्रार्थना करते समय में ये हमारा हृदय का खतना के आधार पर है, हमारा संगति बढ़ता है। ഇന്ന് അക്ഷരത്തിലുള്ള ഒരു പരിച്ഛേദന ഇല്ല, അക്ഷരീയ പരിച്ഛേദന ഇല്ല. പക്ഷെങ്കിൽ ഒരു ആത്മീയ പരിച്ഛേദന ഉണ്ട്. അതിനാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നതെന്ന് നമ്മൾ വായിക്കും. तो आज आज हमारे नए नियम में शारीरिक खतना नहीं है जो शारीरिक रीति से कटता है, वो तो नहीं है, परंतु अभी भी एक आत्मिक खतना जो है जो पवित्र आत्मा के द्वारा हमें ये बात बताता है। നമ്മള് ആ, റോമലേഖനം അതിന്റെ 15-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. रोमियो 15 का 9 में हम पढ़ते हैं। അന്ന് പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദാനങ്ങൾ അവർക്ക് പരിച്ഛേദന വേണ്ടതുപോലെ അവരെ അക്ഷര്യമായിട്ട് ചെയ്തു. പക്ഷേ ഹൃദയ പരിച്ഛേദന ഇല്ലാത്തത് കൊണ്ട് ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദാനങ്ങൾ ഈ പൂർവ്വ പിതാക്കന്മാർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. तो उन उन दिनों में पुराने नियम में जब उनको प्रतिज्ञा देते समय में खतना के द्वारा जब जो सेवा था एक प्रतिज्ञा उन लोग को दिया दिया तो गया था, परंतु वो लोग क्योंकि उसने खतना को शारीरिक रीति से अर्थ को समझकर वो लोग खतना करने की वजह से उसके पीछे जो असली प्रतिज्ञा और जो आत्मिक आशीष क्या है करके वो लाभ उनको नहीं मिला। നമുക്ക് റോമലേഖനം അതിന്റെ 15-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. तो जब रोमियो का पुस्तक 15 का 8 और 9 जब पढ़ते हैं हम देखते हैं। പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദാനങ്ങളെ ഉറപ്പിക്കേണ്ടതിന്, അല്ലെങ്കിൽ പിതാക്കന്മാർക്ക് പഴയ നിയമത്തിൽ എന്തെല്ലാം വാഗ്ദാനങ്ങൾ ഉണ്ടോ അതിന്റെ എല്ലാം ഒരു ആത്മീയ പൊരുൾ നിറവേറിയില്ല പഴയ നിയമം. അത് ഉറപ്പിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. तो वहां पर की प्रतिज्ञा की मैं कहता हूँ कि जो प्रतिज्ञाएं बाप दादा को की गई थी खतना के द्वारा, यानी कि जो की गई थी उसका जो पूर्तिकरण है, जो आत्मिक आशीष का जो पूर्तिकरण जो उनको मिला नहीं वो हमें मिलने के लिए क्या हुआ, वो यीशु मसीह क्या हो गया, उस खतना का एक सेवक बन गया। ആ പരിച്ഛേദനയിൽ ജാതികളായി നമ്മളെയും ഉൾപ്പെടുത്തി ദൈവം. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ദൈവം എന്തർത്ഥമാക്കിയ പരിച്ഛേദനയാണോ ആ പഴയ മനുഷ്യനെ അതിന്റെ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളവീൻ, അതാണ് ആ പരിച്ഛേദന. ആ സത്യം അത് ക്രിസ്തുവിലാണുള്ളത്.
तो वो അപ്പൊ കർത്താവായ इस യേശു ക്രിസ്തു പരിച്ഛേദനയുടെ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് വീണ്ടും ആ, ആ, നമ്മളെ എഫ് എസ് ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന് 22-ാം വാക്യം വായിക്കുമ്പോൾ तो वो इसमें मसीह परमेश्वर का परमेश्वर का सच्चाई का परिणाम बन जाने के लिए अन्य जातियों को भी उसका भाग मिला करके हम नौ नौ में पढ़ते समय में हम देखते हैं कि वो यीशु मसीह था वो कारण बना जिसकी वजह से हम जैसे अन्य जातियों को भी उसका लाभ मिलने के लिए है। प्रभु यीशु मसीह क्रूस पर मरा करके हमने एफएससी का पुस्तक 4 का 22 में जब हम पढ़ते हैं, 4-ന്റെ 20 മുതൽ വായിക്കുമ്പോൾ 4 का 20 में जब हम पढ़ते हैं, അവിടെ നമ്മൾ വായിക്കുന്നത് എല്ലാ സത്യവും പരിച്ഛേദന എന്ന് പറഞ്ഞാലും എല്ലാ കർമ്മങ്ങളുടെയും ആ പൊരുൾ ക്രിസ്തുവിലാണ്. അന്ന് ക്രിസ്തുവിൽ സത്യമുള്ളതുപോലെ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവിൽ സത്യം. അപ്പോൾ ഞാന് എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തത് എന്നിലല്ല, എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തത് യേശുവിലാണ്. അതാണ് സത്യം. എന്റെ പരിച്ഛേദന എന്നിലല്ല നടന്നത്, യേശു ക്രിസ്തുവിലാണ് നടന്നത്. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്റെ പരിച്ഛേദന കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന യേശു ക്രിസ്തുവിൽ നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. ജാതികളായ നമുക്കും അനുഗ്രഹം പ്രാപിപ്പാൻ യേശുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. എന്റെ പരിച്ഛേദന ക്രിസ്തുവിൽ വന്നു, അത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്നിൽ നേരിട്ട് ദൈവം കൈകൊണ്ട് പരിച്ഛേദന ചെയ്യുന്നില്ല, എന്നാൽ എന്നിൽ വരേണ്ട പരിച്ഛേദന യേശു ക്രിസ്തുവിൽ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ നിറവേറും. അവിടെ എന്താണ്? तो वो सारा सत्य जो मसीह में है करके जब हम लोग पढ़ते समय में यीशु में सारा सत्य है करके बोलते समय में जो भी सत्य पुराने नियम में जो भी बातें परमेश्वर ने इजरायली लोगों को प्रमाण देकर दिया गया था, वाचा बांध कर दिया गया था, उसमें खतना की बातें भी था, वो सब बातें मसीह में है जो पूर्तिकरण होता है। इसीलिए आज नए नियम में वो खतना का असली अनुभव जब देखते समय में वो एक्चुअली यीशु में हो गया है करके ये बात को मानना है। वो सत्य का अनुभव का लाभ जो हमें मिलता है, जो परमेश्वर यीशु में वो सारा सत्य को देखकर करता है। परमेश्वर कभी भी खतना हम में नहीं कर रहा है नए नियम में, बल्कि यीशु मसीह में वो सारा शिक्षण का जो सत्य सत्य जो खतना का जो भी बातें था पुराने नियम में यीशु मसीह में पूर्तिकरण हो गया करके होने की वजह से जो देख लिया है हो चुका है। इसके लिए हमें मसीह के द्वारा एक ऐसा खतना मिलता है जो ना बिना हाथों का है। അപ്പൊ അവിടെ നമ്മൾ റോമലേഖനം ആത്മാവിലുള്ള പരിച്ഛേദന. അപ്പം കർത്താവായ യേശു ക്രിസ്തുവാണ് പരിച്ഛേദന ചെയ്തത് നമുക്ക് വേണ്ടി. പക്ഷെങ്കിൽ അത് ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വെളിപ്പെടുത്തുകയാണ്. അതാണ് ആത്മാവിനാലുള്ള ഹൃദയ പരിച്ഛേദന. तो हम लोग रोमियो का पुस्तक 2 का 29 में पढ़ते समय में हृदय का खतना अर्थात आत्मा का खतना करके बोलते समय में पवित्र आत्मा हमें यीशु मसीह का जो किया हुआ कार्य का अनुभव पवित्र आत्मा में हमें ये बात को बताता है। इसीलिए हम कहते हैं वो समझकर हम बोलते हैं कि ये एक आत्मा का खतना है। അത് പൂർണ്ണമായും അത് പരിപൂർണമായി നമ്മൾ എന്തെങ്കിലും കൈകൊണ്ട് ചെയ്യുന്നതോ നമ്മൾ എന്തെങ്കിലും പരിച്ഛേദന ചെയ്ത് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നതോ അല്ല. അത് പെർഫെക്റ്റ് ആയിട്ട് യേശു ക്രിസ്തുവിൽ നിറവേറി. അതാണ് നമ്മള് കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. तो वो संपूर्ण रीति से यीशु मसीह में हो चुका है करके वो बात का विश्वास है, वो आधार है जो आत्मा हमको सिखाता है। तो ये कार्य यीशु मसीह में है, सिद्ध हो चुका है। हम लोग कोई खतना करके हाथों से खतना कर कर उसको पूरा करके पवित्र जीवन जी रहे ऐसा नहीं, बल्कि प्रभु का वो परमेश्वर का सारा वचन और व्यवस्था यीशु मसीह में पूरा हो गया करके ये हम समझते हैं। हम कोलोस का पुस्तक में കൊലോസ്യർ 2-ന്റെ 10-ാം വാക്യം, कोलोसियों 2 का 10 में हम पढ़ते हैं, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? तुम നമ്മൾ उसी में കംപ്ലീറ്റ് भरपूर हो। ജഡത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ പഴയ ജീവിതത്തിൽ നിന്ന് നമ്മളെ സമ്പൂർണമായി വേർപെടുത്തിയിരിക്കുന്നു. നമ്മൾ സമ്പൂർണമായും ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആണ്. നമ്മളെ ഇപ്പോൾ ദൈവം പെർഫെക്റ്റിലാക്കിയിരിക്കുന്നു, ക്രിസ്തുവിലാക്കി. കാരണം പരിച്ഛേദന കഴിഞ്ഞു, നമ്മുടെ കൈ കൊണ്ടല്ലാത്ത പരിച്ഛേദന കഴിഞ്ഞു. तो अभी हम उसी में मसीह में हम लोग सब भरपूर हो गए हैं करके बोलते समय में अभी हमारा हमारा शारीरिक अवस्था से हटकर संपूर्ण रीति से हमें आत्मिक बनाने का कार्य जो प्रभु यीशु मसीह ने किया, ये बात जो कोई भी विश्वास करता है वो यीशु मसीह में भरपूर हो चुका है, परिपूर्ण हो गया, सिद्धता का अवस्था में पहुंच चुका है करके वो बात बताना चाहते। इसलिए अभी हमें हाथों का खतना नहीं बल्कि हमें मसीह में बने रहना है करके वचन हमें कहता है। അതെങ്ങനെ ലഭിച്ചു എന്ന് ഇനി 11-ാം വാക്യത്തിൽ നമ്മൾ വിശ്വാസത്താൽ കാണുകയാണ്. അത് യേശു ക്രിസ്തുവിലാണ് എന്റെ പരിച്ഛേദന, അത് പെർഫെക്റ്റ് ആണ്. അത് ആത്മാവ്, പരിശുദ്ധാത്മാവ്, ഹൃദയ അത് എന്നെ കാണിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് സംഭവിക്കുന്നു? എന്നെ മോശമായ രീതിയിൽ നടത്തുന്ന ആ ജഡശരീരം യേശു ക്രിസ്തു ഉരിഞ്ഞു കളഞ്ഞു. ആ സത്യം ക്രിസ്തുവിലാണ്. അത് എന്റെ ഉള്ളിൽ ആത്മാവ് പ്രകാശിപ്പിക്കുന്നു. അതാണ് 2-ന്റെ 11-ാം വാക്യം.
तो वो 11 में पढ़ते समय में हम देखते हैं कि ये खतना जो आत्मिक रीति से यीशु मसीह में हुआ है करके, ये बात विश्वास की नजरिए से देखकर विश्वास में ये बात को मानना है। हम वचन हमें कहता है जिसके जिसमें हम देखते हैं कि वो एक ऐसा खतना, यानी कि एक समय में हमारा जो पुराना मनुष्यत्व का स्वभाव जो हमें बुरा अभिलाषा देकर हमें चलाता था, उसी को प्रभु ने क्रूस में उसको खत्म कर कर काट कर हमें हमसे अलग कर दिया, जिसकी वजह से हमारा एक आत्मिक खतना हुआ है करके हम पढ़ते हैं। ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ हम 11 में हम पढ़ते समय में, अर्थात वो मसीह का खतना जो शरीर ആ के ആ- शारीरिक देह को उतार देता है, देती ആ है। ആ ജഡശരീരം എന്ന് പറയുമ്പോൾ പാപശരീരം, നമുക്ക് വേണമെങ്കിൽ അത് റോമാലേഖനം 6-ന്റെ 6 വാക്യത്തിലുണ്ട് तो वो ആ പരിച്ഛേദന वो എന്താണ്. तो ये जो शारीरिक करके बोलते समय में हमारा पाप का जो स्वभाव जो हम में है करके, उस विषय में हम लोग रोमियो का पुस्तक 6 का 6 में पढ़ते समय में हम देखते हैं। ഉം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം പാപശരീരത്തിന് നീക്കം വരേണ്ടത് നമ്മളിലല്ല, യേശുക്രിസ്തുവിൽ ആ പാപശരീരം നീക്കപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ക്രിയാത്മകമായി ആത്മാവിൽ ജീവിക്കാനുള്ള ഒരു വഴി തുറക്കപ്പെടുന്നു. है पढ़ना। क्योंकि हम जानते हैं कि हमारा पुराना मनुष्य तो उसके साथ क्रूस पर चढ़ाया गया, ताकि पाप का शरीर व्यर्थ हो जाए, ताकि हम आगे को पाप के दासत्व में न रहे। तो ये हम में कैसा ये हो रहा है कि ये मैं हम विश्वास में ये देख रहे हैं कि ये काम जो हमारे अंदर अभी पाप का दासत्व का अवस्था में ना आने के लिए ये मेरे में कैसा लागू हो रहा है। मैं यीशु मसीह में वो कार्य को देख रहा हूँ कि यीशु मसीह क्रूस पर मरते समय में उसने पापों का जो हल किया है करके और पुराना मनुष्य का सामर्थ्य को खत्म किया है करके, ये जब विश्वास में जब मैं ग्रहण करके जब समझता हूँ, वो विश्वास का सामर्थ्य मेरे अंदर क्या करता है, मुझे पापों का दासत्व से दूर करता है। യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചപ്പോൾ പാപശരീരം ഇല്ലായിരുന്നു. यीशु मसीह जब इस दुनिया में जीते समय में उनमें पाप का शरीर नहीं था। അവൻ ആത്മാവിൽ ജീവിച്ചു. वो आत्मा में जिया। ആ ആത്മാവിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ യേശുക്രിസ്തു ക്രൂശിൽ നമ്മുടെ പാപശരീരത്തെ എടുത്ത് മരിച്ച് ആ പാപശരീരത്തിന് നീക്കം വരേണ്ടത്. അതാണ് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന യേശു ഏറ്റു എന്ന് പറയുന്നത്. നമ്മൾ 5 വാക്യം ഒന്ന് വായിച്ച്. वही अभी അഞ്ചാം हम भी വാക്യം बिना 6-ന്റെ पाप का 5. अभी जीने के लिए, हम भी अभी बिना पाप का जीने के लिए यीशु मसीह ने क्या किया, हमारे अंदर जो पाप का जो अवस्था था उसको वो क्रूस पर लेकर वो मर गया, ताकि उनका मृत्यु और पुनरुत्थान के द्वारा उनका जीवन हमारे अंदर आने की वजह से हम भी उसी जीवन में हम जी रहे हैं जो आत्मा के नियंत्रण के आधार पर है, जो हम लोग रोमियो 6 का 5 में पढ़ते समय में हम देखते हैं। അപ്പൊ നമുക്കൊരു ആത്മീയ ജീവിതം നയിക്കണമെങ്കിൽ നമ്മളിലേക്ക് നോക്കാതെ നമ്മൾ ക്രിസ്തുവിലേക്ക് നോക്കണം. इसलिए हमें एक आत्मिक जीवन जीना है तो हमें अपने आप में नहीं, अपने आप को नहीं देखना है, बल्कि मसीह को हमें देखना है। അപ്പം ആ സത്യം ക്രിസ്തുവിലാണുള്ളത്. നമുക്ക് വീണ്ടും ആ എഫേസ്യ ലേഖനം 4-ന്റെ 22-ാം വാക്യം വായിക്കാം. तो इसलिए वो सत्य जो हमें देखना है वो हमें मसीह में देखना है। हम लोग एफेसो का पुस्तक 4 का 22 में हम पढ़ते समय में हमने देखा। മുമ്പിലത്തെ നടപ്പ് എന്ന് പറഞ്ഞാൽ അഗ്രചർമ്മിയായി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ദൈവകോപത്തിന് ലോകമനുഷ്യരെ പോലെ ജീവിച്ച ജീവിതത്തെയാണ് മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്. ആ तो हमारा पहले का, आगे का पहले का चाल चलन का अवस्था को हम देखते समय में मतलब क्या, पहला हम लोग विश्वासी होने से पहले जो जो हम लोग क्रोध में, परमेश्वर का क्रोध में का न्याय में हम लोग जो भरे हुए लोग थे, उस चाल चलन को देखते हुए അതിന് പഴയ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, उस पुराना मनुष्यत्व को हम क्या करो, बाहर निकाल के। അപ്പം എന്നിലുള്ള പഴയ മനുഷ്യനെ ഞാൻ ഉപേക്ഷിക്കാൻ ശ്രമിച്ചാൽ സാധിക്കത്തില്ല. അത് तो യേശു ക്രിസ്തുവിൽ പരിച്ഛേദന ഏറ്റു എന്ന് നമ്മൾ കാണുമ്പോൾ നമുക്കതിനെ ഉപേക്ഷിക്കാനുള്ള ദൈവികമായ പരിജ്ഞാനവും പരിശുദ്ധാത്മ ശക്തിയും നമുക്ക് ലഭിക്കും. तो ये पुराना मनुष्यत्व को जो हमारे अंदर था, इसको उतार डालो बोलते समय में, मैं अगर कुछ कर कोशिश करके अगर उतारने की कोशिश करूं तो वो मैं मुझसे नहीं होगा, मैं हार जाएगा। बल्कि यीशु मसीह ने जो क्रूस पर जो कार्य किया है करके, वो जब मैं बात विश्वास करते समय में, वो विश्वास का सामर्थ क्या करता है, मेरे पुराना मनुष्यत्व को उतार देता है। അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ള മനുഷ്യ ആത്മാവിൽ നമ്മൾ പുതുക്കം പ്രാപിച്ച്, അപ്പൊ മനുഷ്യ ആത്മാവിനെ വേട്ടയാടുന്ന ആ പഴയ പ്രകൃതിയിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ദൈവാനുരൂപനായി സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതു മനുഷ്യൻ നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. तो जिसकी वजह से क्या होता है कि हमारा आत्मा का नया मनुष्यत्व, नयापन का जो अनुभव में हमारा मन को नया करने का अवस्था उस क्रूस का उस कार्य में
होता है, जिसके वजह से एक समय में हमारा ये आत्मिक मन को, जब हमारा पुराना मनुष्य हमेशा शिकार कर करके हमारा आत्मिक मनुष्य को दबाने देखता था, परंतु जब हम लोग विश्वास कर कर प्रभु यीशु मसीह में हम लोग जब आ गए तो क्या हो गया, हमारा वचन 24 का अनुभव में हो जाता, जिसकी वजह से हम एक नया मनुष्य को पहन लेते हैं, जो परमेश्वर के अनुसार सत्य की धार्मिकता और पवित्रता में हम सृजी गई है। അപ്പൊ നമ്മള് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ इसलिए जब हम लोग प्रार्थना करने के लिए जब हम बैठते हैं, ആ പഴയ മനുഷ്യനാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അപ്പോഴും ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥനയായിരിക്കത്തില്ല. तो हम लोग अगर हमारा पुराना मनुष्य ही उठकर अगर प्रार्थना कर रहा है तो परमेश्वर को वो पसंद नहीं। നമ്മള് റോമലേഖനം 8:26 रोमियो का पुस्तक 8 का 23 में, ദൈവത്തിന്റെ ആത്മാവ് കാൽവരി ക്രൂശിൽ യേശുവിന്റെ മരണത്തിൽ നമ്മളെ പരിച്ഛേദന ഏൽപ്പിച്ചു എന്ന് നമ്മുടെ പരിച്ഛേദനയ്ക്ക് സഹായമായി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത് പ്രകാശിപ്പിക്കുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് ദൈവപ്രവൃത്തിക്കും ഏത് ഏത് കാര്യത്തിനും പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ബലഹീനരാണ്. ദൈവം ഉദ്ദേശിക്കുന്ന രീതി ചെയ്യാൻ നമുക്ക് അറിയാത്തത് കൊണ്ട്. നമ്മൾ റോമലേഖനം 8:26 ഒന്ന് വായിക്കാം. हम लोग प्रभु यीशु मसीह ने कलवरी क्रूस में किया हुआ कार्य को जो कोई विश्वास करता है, तो पवित्र आत्मा तुरंत उसके अंदर उस कलवरी क्रूस का सामर्थ, जो खतनाई का जो सामर्थ है, जिससे हमें अलग, संसार से अलग होने का, पुराना मनुष्यत्व से अलग होने का जो सामर्थ है, वो खतना का अनुभव हमारे अंदर विश्वासी के अंदर लाकर वो फिर उसके बाद से विश्वासी के जीवन में उसका हर कमजोरी के लिए खड़ा रहकर उसके लिए अपेक्षा करता है, विनती करता है करके हम देखते हैं। ये उसी विश्वासी को होगा जो क्रूस का अनुभव के द्वारा खतना का लाभ उसको मिला है। रोमियो का ആ, पुस्तक 8 का 26 पढ़ते समय में हम देखते हैं। അവിടെ അപ്പോൾ നമ്മള് ശരിയായ ഹൃദയപരിച്ഛേദന ഉള്ളവരാണെങ്കിൽ, ആത്മാവിന്റെ ഹൃദയപരിച്ഛേദന ഉള്ളതാണെങ്കിൽ, പ്രാർത്ഥിക്കാനാണെങ്കിലും വചനം വായിക്കാനാണെങ്കിലും വചനം ചിന്തിക്കാനാണെങ്കിലും സുവിശേഷം പറയാനാണെങ്കിലും നമ്മുടെ കുടുംബജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു സഹായം നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഈ പരിച്ഛേദന കഴിയാത്തവർക്ക് ഒരിക്കലും ദൈവസഹായം കിട്ടത്തില്ല. കാരണം അവർ ലോകത്തിലുള്ളവരാണ്. ലോകത്തിലുള്ളവർക്ക് ആത്മാവിനെ കിട്ടില്ല. तो सचमुच നമ്മള് सच्चा आत्मिक खतना जिसका हो गया, दिल का खतना, आत्मा का खतना जिसको मिल चुका है, होने के वजह से उनके जीवन में आत्मिक बढ़ोतरी बहुत ज्यादा होगा। वो ऐसे लोगों को जब वचन पढ़ते समय में, वचन बोलते समय में, प्रार्थना करते समय में, सुसमाचार बांटते समय में, इस सब जगह पर आत्मा का लाभ, पवित्र और पारिवारिक जीवन जीते समय में, ये सब में उनको आत्मा का लाभ उनको ज्यादा हो रहा है, क्योंकि उनका जो खतना का लाभ होने की वजह से आत्मिक विषय में बढ़ोतरी उनका ज्यादा होता है। നമുക്കൊരു വാക്യം വായിക്കാം. एक അതായത് वाक्य पढ़ेंगे, യോഹന്നാന്റെ സുവിശേഷം യോഹന്നാൻ 14 അധ്യായം അതിന്റെ യോഹന്നാन 16 14, വാക്യത്തിൽ 14 का 16, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്നേക്കും. അപ്പം ഇത് കർത്താവ് ഭൂമിയിൽ വെച്ച് പറഞ്ഞൊരു വാക്തത്വമാണ്. वहां पर यीशु ने भूमि में जीते समय में एक बड़ा प्रतिज्ञा वादा जो हमको दिया है, वो ये है कि 16 में पढ़ते हैं कि और मैं पिता से विनती करूंगा और वो तुम्हें एक ऐसा सहायक देगा कि वो सर्वदा तुम्हारे साथ बना रहेगा। तो पवित्र आत्मा जब रहते समय, आते समय में विश्वासी के जीवन में सर्वदा हमारे साथ रहेगा। ये एक वाचा प्रभु ने हमारे साथ बांधा है। ഞാൻ പിതാവിനോട് ചോദിക്കും. मैं पिता से मांगूंगा। അത് അപ്പോസ്തല പ്രവൃത്തി 22 അധ്യായത്തിന്റെ 33 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ प्रेरितों का कार्य 22 का 23 में हम पढ़ते हैं, एक्स 22-23। वाक्य था, അപ്പോസ്തല പ്രവൃത്തി 2:33. और सॉरी 2 का 33 में, അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾക്ക് അയച്ചു തന്നു. അപ്പോൾ കർത്താവ് അവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന വാഗ്ദത്തം നിറവേറ്റി ഇന്ന് പരിച്ഛേദന ഏറ്റ എല്ലാ വിശ്വാസികൾക്കും സഹായകമായി പരിശുദ്ധാത്മാവ് അവരിലുണ്ട്. അതാണ് അവൻ എന്നും നിങ്ങളോട് ഇരിക്കും. അതിന്റെ യോഹന്നാന്റെ സുവിശേഷം प्रेरितों का कार्य 2:33 पढ़ना। इस प्रकार परमेश्वर के दाहिने हाथ से सर्वोच्च पद पाकर और पिता से वह पवित्र आत्मा प्राप्त करके जिसकी प्रतिज्ञा की गई थी, उसने यह उंडेल दिया है
जो तुम देखते और सुनते हो। तो जो प्रतिज्ञा की गई थी, तो हम जानते हैं कि यूहन्ना में हम लोग पढ़ते हैं समय में यीशु ने चेलों के सामने ये प्रतिज्ञा करके देकर बोला कि मैं तुमको दूसरा एक मददगार भेजूंगा जो सर्वदा तुम्हारे साथ रहेगा करके। तो वो विश्वास करने की वजह से नया जन्म पाने के द्वारा जिन जिन लोगों के जीवन में आत्मिक खतना का अनुभव हुआ है, उन लोगों के साथ क्या होता है, ये प्रतिज्ञा का अनुभव, यानी कि आत्मा हमारे अब तो उंडेला गया है और वो आत्मा सर्वदा हमारे लिए, हमारा मदद के लिए रहता है। അപ്പൊ ഇനിയും യോഹന്നാൻ 14:17 വാക്യം കൂടെ വായിക്കുമ്പോൾ यौहन यूहन्ना 14 का 17 भी हम पढ़ते समय में। അവിടെ अर्थात കർത്താവ് പരിശുദ്ധാത്മാവിന് തരുന്ന കാര്യം, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ ലോകത്തിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. 17 पढ़े। अर्थात सत्य का आत्मा जिसे संसार ग्रहण नहीं कर सकता, क्योंकि वह न उसे देखता है और न उसे जानता है। तुम उसे जानते हो क्योंकि वह तुम्हारे साथ रहता है और वह तुम में होगा। ഇപ്പോൾ നിങ്ങൾക്കോ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ കൈകൊണ്ടുള്ളാത്ത പരിച്ഛേദന ഏറ്റവരെന്നുള്ള അർത്ഥത്തിലാണ്. परंतु तुम उसे जानते हो करके बोलते समय में ये हम जानने का खासियत क्या है, क्योंकि हमारे अंदर एक ऐसा खतना हुआ है जो हाथों का नहीं है, आत्मिक खतना हुआ है, इसके लिए हम जानते हैं। അപ്പൊ അതാണ് നമ്മൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായിട്ട് മനുഷ്യര് ചെയ്യുന്ന ജഡത്തിന്റെ ഒരു പ്രവൃത്തി കൊണ്ടും മനുഷ്യന് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തില്ല. ആത്മാവിൽ ജീവിക്കണമെങ്കിൽ ഹൃദയ പരിച്ഛേദന ഉണ്ടാകണം. അത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശി ചെയ്തു. അത് ആ വഴിയാണ് നമുക്ക് ആത്മാവിനെ ലഭിക്കുന്നത്. അതാണ് നമ്മള് ഗലാത്യ ലേഖനം 3-ന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നത്. इसलिए गलतियों का അല്ലെ पुस्तक 3-ന്റെ 1-ഉം 2-ഉം. 3 का 2 अध्याय का 1-2 में हम पढ़ते हैं समय में हम लोग पवित्र आत्मा का मिलने के विषय में शारीरिक रीति से कुछ कार्य कर कर, शारीरिक खतना कर कर या शारीरिक रीत रिवाज को पूरा करने से नहीं आत्मा मिलता, बल्कि जो हम पढ़ते समय में गलतियों का पुस्तक 3 का 1-2 में पढ़ते समय में जो बिना कार्य करे विश्वास के द्वारा है मिलने का अनुभव बातें हैं, वहां पर हम पढ़ते हैं। ഉം. അപ്പം ഗലാത്യര് പരിശുദ്ധാത്മാവിനെ ലഭിച്ചെങ്കിലും അവർ പിന്നെയും ആരോ വന്ന് അവരെ പഠിപ്പിച്ചു, നിങ്ങൾക്ക് ലഭിച്ചത് ആത്മാവല്ല, വേറെ രീതിയാണെന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ആ വഴിയിലെ വിട്ടുപോയി. പരിച്ഛേദനയും കൂടെ ഏൽക്കണം. ഏത് കൈകൊണ്ടുള്ള പരിച്ഛേദന ഏൽക്കണം. അതുകൊണ്ടാണ് അതിന്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ वाയിക്കുന്നത്. तो 5-ാം അധ്യായത്തിൽ गलती लोगों का क्या हो गया कि क्योंकि वो लोग विश्वासी होने के बाद उनको आत्मा तो मिल तो गया था, लेकिन पौलुस वहां से चले जाने के बाद दूसरे झूठे शिक्षक लोग आकर उन लोग को सिखाने लगा कि देखो आत्मा मिलने के लिए ऐसा नहीं, और भी कुछ रीति से करना होगा, तुमको यहूदियों का रीत रिवाज भी पालन करना पड़ेगा, खतना भी पड़ेगा करके बोलकर ऐसा शिक्षण उन लोगों को मिलने की वजह से उधर के लोग खतना विश्वासी नया जन्म हो जाने के बाद फिर खतना भी करने शुरू किया। അങ്ങനെ 5-ന്റെ 2-ൽ വായിക്കുകയാണ്. 5 का 2 में हम पढ़ते हैं। ആ നിങ്ങൾ 2 पढ़े। പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെയും കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവും ഇല്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. पढ़ना 2। कि यदि खतना कराओगे तो मसीह से तुम्हें कुछ लाभ ना होगा। तो ये शारीरिक हाथों से किया हुआ खतना अगर तुमने किया तो मसीह का कुछ लाभ नहीं। ആ അപ്പൊ നമ്മള് അതിന് 4-ാം വാക്യം. उसका 4 पढ़ना। तुम जो व्यवस्था के द्वारा धर्मी ठहरना चाहते हो, मसीह से अलग और अनुग्रह से गिर गए हो। ആ നമ്മൾ ഏതെങ്കിലും പ്രവൃത്തി ചെയ്ത് ആത്മാവിനെ പ്രാപിക്കാനോ നീതീകരിക്കപ്പെടാനോ നമ്മൾ രക്ഷ പ്രാപിക്കാനോ ശ്രമിക്കുന്നെങ്കിൽ നമ്മൾ ശപിക്കപ്പെട്ടവരായി പോകും. കാരണം ക്രിസ്തു ക്രൂശി ചെയ്ത പ്രവൃത്തിക്ക് മൂല്യത കൊടുക്കാത്തത് കൊണ്ട് അവൻ ശപിക്കപ്പെട്ടവനാണ്. तो हम लोग इसलिए हम लोग व्यवस्था का कोई रीत रिवाज का कार्य कर कर अगर हम लोग कुछ धर्मी होने की कोशिश कर रहे हैं तो हम लोग एक श्राप के अधीन में हो जाते हैं, क्योंकि क्रूस में किया हुआ प्रभु यीशु मसीह का कार्य को छोड़कर बाकी कुछ कार्यों को मूल्य देने वाला व्यक्ति उसने मसीह का मृत्यु को तुच्छ जाना है, जिसके वजह से वो एक श्रापित अवस्था बन जाता है। അപ്പം ഗലാത്യയിലെ 3-ന്റെ 2-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. हम लोग गलतियों 3 का 2 को जब हम लोग फिर से पढ़ते हैं। ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് ഏതെങ്കിലും പ്രവൃത്തിയാണോ, അതോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചതാണോ, അതോ നിങ്ങൾ സ്വന്തം പ്രവൃത്തി കൊണ്ട് ലഭിച്ചതാണോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. 3 का 2 पढ़ना। मैं तुमसे केवल यह जानना चाहता हूँ कि तुमने आत्मा को क्या व्यवस्था के कामों से या विश्वास के समाचार से पाया। तो पौलुस वहां पर गलती लोगों को पूछ रहा है कि मैं बस एक ही बात जानना चाहता हूँ, तुम लोग आत्मा पाते समय में तुम लोग ने स्वयं का कुछ कार्य कर कर आत्मा पाया है जिसमें तुमको खतना करना पड़ा तभी तुमको आत्मा मिला, या विश्वास का समाचार सुनने की वजह से मिला। അപ്പോൾ നമുക്കിന്ന് ആത്മാവിൽ ജീവിക്കണമെങ്കിൽ तो आज हमें आत्मा में जीना है तो
ഓരോ ദിവസവും ഈ ക്രൂശ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്റെ ജഡത്തെ തകർത്തു എന്നുള്ള ഫെയ്ത്ത്, ആ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കണം. അതിനാണ് നമ്മൾ റോമലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം കൂടെ वाइക്കാം. तो उसके लिए यीशु मसीह जो क्रूस पर हमारे लिए जो मरा हुआ बात, यानी कि क्रूस पर मतलब जो प्रभु यीशु मसीह हमारा पुराने मनुष्यत्व के लिए मरकर जो क्रूस पर जो कार्य खत्म किया करके, वो बात का विश्वास वो व्यक्ति में होना जरूरी है। रोमियो का पुस्तक 6 का 5 में पढ़ते समय में हम देखते हैं, നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കണമെങ്കിൽ यदि अगर हमको जीवन का नयापन में अगर चलना है तो അവന്റെ ക്രൂശിലെ പരിച്ഛേദനയോടെ നമ്മളെ ഹൃദയം ഏകീഭവിക്കണം. അത് വിശ്വാസത്താൽ ഏറ്റെടുക്കണം. എനിക്ക് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. എന്റെ പഴയ മനുഷ്യനെ ഓരോ ദിവസവും ഉരിഞ്ഞു കളയണം. वो അതപ്പം क्रूस का കർത്താവ് യേശു ഒരിക്കലത് ചെയ്തപ്പോൾ, എനിക്ക് വേണ്ടി ചെയ്തപ്പോൾ ഞാൻ വിശ്വാസം അത് ഏറ്റു. അങ്ങനെ നമ്മൾ അവന്റെ മരണത്തോട് ഏകീഭവിച്ച് ഒന്നാകുമ്പോൾ നമുക്ക് പുനരുദ്ധാന, ആത്മാവിന്റെ ജീവൻ നമ്മൾ വ്യാപരിച്ച് നമ്മൾ പുനരുദ്ധാനത്തിൽ ജീവിക്കും. ഇതൊരു यदि अगर हमको അനുദിനം നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ ജഡമനുഷ്യൻ കയറി വരുന്നു അപ്പോഴെല്ലാം ഈ ക്രൂശ് നമ്മൾ ഉപയോഗിക്കണം. അതാണ് ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. यदि अगर हमको इस क्रूश हम लोग अगर नयापन का जीवन का अनुभव हमें मिलना है तो वो क्रूश का अनुभव विश्वासी के जीवन में प्रतिदिन होना जरूरी है, जिसकी वजह से उस क्रूश का कार्य में आत्मा हमको क्या स्पष्ट करके देता है कि हमारा पुराना मनुष्य को प्रभु यीशु मसीह ने उतार चढ़ाकर और हमें नया मनुष्य का जीवन में हमें पहनाया है, उस नया मनुष्य में हम हो चुका है करके ये बात का हमें प्रतिदिन हम लोग अनुभव करें, जिसकी वजह से हम लोग उस क्रूश को हम लोग को प्रतिदिन हमारे जीवन के अनुभव में हम लोग ले रहे। इसलिए प्रभु ने कहा कि यदि प्रतिदिन तुम अपना क्रूश नहीं उठाओगे तो तुम मेरे चेले नहीं हो। അപ്പൊ നമ്മുടെ ആ പഴയ മനുഷ്യൻ നമ്മുടെ മനസ്സിൽ പൊങ്ങി വരുമ്പോൾ ഉടനെ ക്രൂശ് ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മൾ പരിച്ഛേദനയുടെ ഫലം ഇല്ലാതാകുകയും നമ്മൾ ജഡത്തിൽ ജീവിക്കുകയും ദൈവത്തിന് അപമാനം വരുത്തുകയും ദൈവത്തിന് ദോഷം ഉണ്ടാക്കുകയും ചെയ്യും. अगर हमारा पुराना मनुष्य वापस उठकर आते समय में क्रूज को अगर हमने नहीं थामा, क्रूज पर अगर हमने आश्रय नहीं किया, तो हमने प्रभु का जो आत्मा का जो खतना का जो अनुभव है वो हमको नहीं मिलेगा और हम लोग मसीह को निंदित करने वाला एक जिंदगी हम लोग जिएंगे। നമ്മൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവരെങ്കിൽ ഇനിയും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഭൂമിയിലുള്ള വിഷയമല്ല, സ്വർഗത്തിലെ വിഷയമാണ്. इसलिए कोलोसे का 3 का 2-3 में हम लोग पढ़ते समय में, यदि हम लोग तुम लोग अभी ऊंचाई ऊंचाई की ओर ऊंचाई उठाए गए हो तो अभी भूमि की बातों की नहीं बल्कि ऊपर की बातों में तुम्हें मन कर लगाना है करके वचन में हम पढ़ते हैं। എന്നിട്ട് പിന്നെ അതിന്റെ 3-ന്റെ 5-ാം വാക്യത്തെ വായിക്കുന്നത്, और फिर 3 का 5 में हम पढ़ते हैं, അപ്പൊ നമ്മൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാണ് സ്ഥാനീയമായി. എന്നാൽ ഭൂമിയിൽ നടക്കുമ്പോൾ പിന്നെയും നമ്മുടെ അവയവങ്ങൾ, അതാണ് നമ്മളെ വായിക്കുന്നത്, ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. പിന്നെയും പറയുകയാണ്, ആ ക്രൂശിനോട് നമ്മൾ ഏകീഭവിക്കണം, ക്രൂശ് എപ്പോഴും എടുക്കണം. तो इसके लिए हमें हमें भले ही स्वर्गीय स्थानों में ऊंचाई में बिठाया गया है करके 3 का 1 में जब हम लोग पढ़ते समय में, परंतु भूमि में जीते समय में हमारा जो अंग का जो शारीरिक अंग का जो स्वभाव जो है, वाक्य 5 में पढ़ते समय में जो अंग का जो बातें हैं, अर्थात जो हम लोग जो व्यभिचार है, अशुद्धता, दुष्टता, बुरी लालसा, ये सब बातों को हमें प्रतिदिन क्या करना है, अपने उस अंगों को मार डालो जो पृथ्वी पर है। ये हमें रोज हमें हमारे जो भूमि का ये जो शरीर का जो शारीरिक अंग का जो स्वभाव है, क्रूश में हमें समर्पण करना है ताकि वो मर जाए। इसके लिए वचन कहता है कि प्रतिदिन हमें क्रूश उठाना है। അങ്ങനെ ആ പഴയ പഴയ പ്രകൃതി നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് 12-ാം വാക്യത്തെ വായിക്കുകയാണ്, तो इस रीति से पुराना प्रकृति हट जाने के बाद 12 वाक्य में हम देखते हैं, ദൈവത്തിന്റെ സെലക്ടർ ആയിരിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ വിശുദ്ധരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ച്, ഇതാണ് പരിശുദ്ധാത്മാവിലുള്ള ഫലം. और इस रीति से फिर जो पुराना मनुष्य को उतार करने वाले लोगों को उस लोगों को प्रभु 12 में कहता है कि हे परमेश्वर के चुने हुए लोग, अभी जो जो पवित्र और प्रिय, जो बड़ी करुणा और भलाई और दीनताई और नम्रताई और सहनशीलता, इसको धारण करो। यही तो सब आत्मा का फल है जो आत्मा में जीने वाले लोग उस नया मनुष्य का स्वभाव को पहन लेता है। അതിന്റെ 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, 3 का 15 में हम पढ़ते हैं, അങ്ങനെ ആകുമ്പോൾ ക്രിസ്തുവിന്റെ സമാധാനം, ദൈവത്തിന്റെ സമാധാനം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴും.
इस रीति से मसीह का शांति जो विश्वासी आत्मा का खतना का अनुभव कर दिया है, वो मसीह का शांति उसका हृदय में राज्य करेगा। അപ്പോൾ ആ സമാധാനമുള്ള ഹൃദയം കിട്ടുമ്പോൾ ദൈവം നന്ദി പറയണം. അതെ കർത്താവ്, ഞാൻ സമാധാനമില്ലാത്തവനായിരുന്നു, എന്റെ സമാധാനത്തിനായുള്ള ശിക്ഷയാണ് കർത്താവ് ക്രൂശിൽ വഹിച്ചത്. ഇന്ന് എനിക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഏത് സമയത്തും ദൈവം എന്റെ പിതാവാണ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ എനിക്ക് തന്നു. ഇങ്ങനെ നമുക്ക് ദൈവത്തോടൊരു കൂട്ടായ്മ നമുക്ക് ഉളവാക്കാൻ കഴിയുന്നത് ഈ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞതിനാലാണ്. तो और इस रीति से मसीह का शांति जब एक विश्वासी का हृदय में पूर्ण रीति से भर जाने के बाद हृदय उसमें नियंत्रण करता है, तो वो फिर उसके बाद क्या होता है, धन्यवादी बन जाता है। तो प्रभु ने उसके लिए क्या क्या किया, उस क्रूस पे उस कार्य के लिए क्या क्या किया है करके, ये बात के लिए वो हर समय में प्रभु को धन्यवाद देते रहेगा। എന്ന് വിചാരിച്ച് നമ്മൾ കംപ്ലീറ്റ് നമ്മൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ നമ്മള് ഇനിയും ആ പാപം നമ്മളിൽ വരുത്തില്ല എന്നല്ല. അതുകൊണ്ടാണ് അടുത്ത വാക്യം, നിങ്ങൾ സഹോദരന്മാർ ആരെങ്കിലും വഴക്കുണ്ടായാൽ, നമ്മൾ വായിച്ചില്ലേ 3-ാം അധ്യായത്തിന്റെ പൗലോസ് ലേഖനം 3-ന്റെ, ഇപ്പം സഹോദരന്മാരെന്നില്ല, ഭാര്യയും ഭർത്താവും ആണെങ്കിലും വഴക്കുണ്ടാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിൽ നമ്മൾ വഴക്കുണ്ടാകാം. അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ പഴയ മനുഷ്യൻ പിന്നെ രംഗത്ത് വന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അയ്യോ ഞാൻ ആ പഴയ മനുഷ്യനെ ഇന്ന് ക്രൂശിനോട് ഏകീഭവിച്ചില്ല, ഇന്ന് വചനം വായിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, കൂട്ടായ്മ ഇല്ലാതെ പോയി. അങ്ങനെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ വീണ്ടും ആ പഴയ മനുഷ്യൻ നമ്മളിൽ പ്രവർത്തിക്കും. तो ये सब भले ही हम प्रति समय प्रभु को धन्यवाद देते रहते समय में, उसका मतलब ये नहीं कि हम लोग संपूर्ण रीति से पाप से हम लोग शुद्ध होकर पाप अभी वापस नहीं करेंगे करके, ऐसा नहीं है। बल्कि हमारे जीवन में, हमारा पारिवारिक जीवन में, हमारा ऑफिस लाइफ में, हर क्षेत्र में जब भी हमसे गलती होकर हम लोग शारीरिक हो जाते हैं, तो दोबारा हमको उस क्रूस पर आश्रय करना है, ताकि हमें उस शारीरिक स्वभाव से उसको उतार कर उस आत्मिक मनुष्य का जीवन में हम बढ़ते जाए। ഇവിടെ എഫേസ്യ ലേഖനം एफेसों का पुस्तक അതിന്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ സഭാ ജീവിതത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ അല്ലെങ്കിൽ ആരോടെങ്കിലോ നമ്മൾ ദേഷ്യപ്പെട്ട് പഴയ പ്രകൃതി വന്നുപോയാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ കർത്താവിന് മുമ്പിൽ വന്ന് അതിന്റെ നിരപ്പ് ക്രമീകരിക്കണം. കാരണം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പെയാണ്, പകൽ വെളിച്ചത്തിലാണ്. എന്ന് പറഞ്ഞ അർത്ഥം രാത്രിക്ക് സമയം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു പകയോ പിണക്കോ പാവമോ വെച്ച് നമ്മൾ ഉറങ്ങരുത്. നമ്മൾ ഉറങ്ങുന്നതിന് മുൻപേ അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ. അതിന്റെ എഫേസ്യ ലേഖനം 4-ാം അധ്യായം इफिसियों का पुस्तक 4 में इसलिए हम देखते हैं कि अगर हमारा पुराना मनुष्य का स्वभाव कभी भी वापस प्रकट होते समय में और हम लोग गुस्से में हो जाए, तो वो रात होने से पहले ही उसको निपट लेना चाहिए। क्योंकि प्रभु ने हमारा जो भी कार्य क्रूस में किया वो दिन में था, उसको किया, उसको रात तक प्रभु नहीं घसीटा, बल्कि दिन का प्रभु का उस कार्य को, हमारे अंदर का जो भी पुराना मनुष्य का स्वभाव की बात को अंधेरेपन पे लेकर नहीं जाना, रात तक लेके नहीं जाना, बल्कि दिन का ज्योति में उसको रखना। इसलिए रात होने से पहले ही उसको सुला लेना, उसमें क्षमा पार कर मेल मिलाप कर लेना। 4:26 में पढ़ते समय में हम देखते हैं। അപ്പൊ അങ്ങനെ നമ്മള് ഈ ക്രൂശിൽ കൊണ്ടുവന്നില്ലെങ്കിൽ പിശാചി നമ്മളിൽ പ്രവർത്തിക്കും. अगर നമ്മുടെ हमारा पुराना मनुष्य का स्वभाव को के वजह से गुस्सा आकर शारीरिक स्वभाव बाहर प्रकट करता रहा और उसको क्रूस में अगर हमने उसको नहीं निपटाया, तो फिर क्या होगा, शैतान फिर हमारा फायदा उठाएगा। അത് 4-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ जब 4 का 26-27 पढ़ते समय में पढ़ेंगे, 26-27। क्रोध तो करो पर पाप मत करो, सूर्यास्त होने तक तुम्हारा क्रोध न रहे और न शैतान को अवसर दो। അതായത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ സൂര്യാസ്തമത്തിന് മുമ്പേ മരിച്ചതുകൊണ്ട്, എന്റെ പാപത്തിന് വേണ്ടി മരിച്ചതുകൊണ്ട്, നമ്മുടെ ഡെയിലി വരുന്ന പാപം സൂര്യാസ്തമനത്തിന് മുമ്പേ യേശു കർത്താവിനോടോ അല്ലെങ്കിൽ സഹോദരന്മാരോട് ഏറ്റു പറഞ്ഞ് അതിന് പരിഹാരം വരുത്തിയില്ല എങ്കിൽ അത് പിന്നീട് ഭയങ്കരമായ ദോഷം ചെയ്യുന്ന രീതി ഹൃദയത്തിൽ കിടക്കുകയും സാത്താൻ ഇടം കൊടുക്കുകയും ചെയ്യും. സാത്താൻ നമ്മളിൽ പ്രവർത്തിക്കും. तो इसके लिए हमारे जीवन में आने वाला जो भी प्रकार का शारीरिक कार्य की वजह से, जो स्वभाव की वजह से जब पाप प्रकट होते समय में, रात होने से पहले ही उसको निपटा लेना। क्योंकि प्रभु यीशु मसीह ने हमें रात होने से पहले क्रूस पर मरकर हमें पापों से मुक्त किया है। उस आधार की वजह से वचन में कहता है कि रात होने से पहले ही, सूर्य अस्त होने से पहले ही उसको निपटा लेना। इसलिए वो बात को हम देखते हैं। अगर वो नहीं निपटा तो फिर शैतान को अवसर मिलेगा। इसलिए हमारा जो भी प्रकार का पाप है, शायद हमने पर्सनली किया हुआ पाप, तो पर प्रभु की उपस्थिति में आना, भाइयों के खिलाफ अगर पाप किया है तो भाई से क्षमा मांगकर सूर्य अस्त होने से पहले ही उसे हमें क्षमा पाकर मुक्त होना। നമ്മൾ അനന്യാസും സഫീരയുടെയും കാര്യം വായിക്കുന്നുണ്ട്.
हम लोग अनन्यास और सफेरा का जीवन को अब देखते समय में അവരിലെ ഒരു ദുരാലോചന വന്നു. അവര് വിറ്റ് പൈസ അവര് സഭയെ അറിയിക്കാതെ അവര് കുറച്ചേ വിറ്റുള്ളൂ കള്ളം പറഞ്ഞു. പക്ഷെങ്കിൽ അത് സൂര്യാസ്തമയത്തിന് മുമ്പേ ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ ഹൃദയം സാത്താൻ കൈവശമാക്കത്തില്ലായിരുന്നു. तो उन लोगों ने उनका जो किया हुआ गलती के वजह से जो उन्होंने पाप किया, जो पैसा उन लोग ने जमीन बेचने के बाद जो पैसा मिला, कलीसिया को आकर लोगों को आकर क्या बोला कि हमने सब कुछ बेच दिया, सब कुछ रख दिया बोलकर, झूठ बोलकर वो लोग पाप में फंस गए। तो अगर वो लोग നമ്മള് रात होने से पहले ही अगर उन लोगों ने पश्चाताप कर लिया होता तो शैतान उनका हृदय को कब्जा नहीं कर सकता था। ക്രൂശിന് കീഴെ വന്നാൽ നമ്മൾ മറയപ്പെടും. ക്രൂശിന്റെ നിഴലിൽ പാർത്താൽ സാത്താൻ നമ്മൾ 7 മൈൽ അകലെ പോലും നമ്മൾ അടുക്കില്ല. കാരണം ക്രൂശ് സാത്താൻ അത്ര ഭയമാണ്. तो क्रूश में अगर हम लोग आश्रय किए, क्रूश में अगर हम लोग बने रहे तो क्रूश हमारा आश्रय बन जाता है। क्रूश की छाया में बना रहा तो शैतान हमारे नजदीक नहीं आता, क्योंकि शैतान क्रूश से नफरत करता है। वो खुद दूर रहेगा। അവിടെ 91-ാം സങ്കീർത്തനത്തിൽ പറയുന്ന ആ അത്യുന്നതന്റെ മറവെന്ന് പറയുന്നതാണ് ഇന്ന് നമുക്കുള്ള കർത്താവായ യേശുവിന്റെ ക്രൂശ്. हम लोग भजन संगीता 91 में पढ़ते समय में परम प्रधान परमेश्वर की छावनी में छुपे रहो, छाया में छुपे रहो करके जब जो वाक्य हम पढ़ते समय में, वो नए नियम में वो क्रूश का अनुभव को हम देखते हैं। वो ഈ ക്രൂശിന്റെ മറവിൽ അല്ലെങ്കിൽ അത്യുന്നതന്റെ മറവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ തന്റെ പുത്രന്റെ കാൽവരി ക്രൂശിലെ മരണത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരെ ഒരു ദോഷവും ഒരു ബാധയും നിന്റെ കുടുംബത്തിൽ അടുക്കുകയില്ല, ഒരു ദോഷവും നിനക്ക് ഭവിക്കുകയില്ല. अപ്പൊ ക്രൂശ് അകറ്റിക്കളഞ്ഞാൽ നമ്മളെ വളരെയധികം പോരാട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. इसलिए सर्वशक्तिमान की छाया में बने रहो, मतलब नए नियम में उस क्रूश में किया हुआ कार्य का छाया में बने रहेगा तो हमें प्रभु का सुरक्षिता का अनुभव हमें मिलेगा। वो हमारे परिवार को संरक्षित करेगा, घर को संरक्षित करेगा। प्रभु का जो असली जो कार्य है, जो जो आत्मिक अनुभव का लाभ है, वो विश्वासियों के जीवन में उसका परिणाम मिलेगा। അപ്പം ദൈവം നമുക്ക് മറവാണ്. അതാണ് അത്യുന്നതന്റെ മറവ്. അതാണ് നമ്മൾ അത്യുന്നതന്റെ മറവിൽ വസിക്കുക എന്ന് പറയുന്നതാണ് കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കാം. तो इसके लिए प्रभु हमारा छाया में हम हमारे छुपने का स्थान है करके बोलते समय में कुलुस्य का पुस्तक में हम उसका 3 अध्याय का 1-2 में पढ़ते समय में हम देखते हैं। കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2-3 വാക്യങ്ങൾ. 1 और 2 पढ़ना। जब तुम मसीह के साथ जलाए गए तो स्वर्गीय वस्तुओं की खोज में रहो, जहाँ मसीह वर्तमान है और परमेश्वर के दाहिने ओर बैठा है। पृथ्वी पर की नहीं परंतु स्वर्गीय वस्तुओं पर ध्यान लगाओ। അടുത്ത വാക്യം കൂടെ. നിങ്ങൾ മരിച്ചു. 3-ാം വാക്യം. क्योंकि तुम तो मर गए और तुम्हारा जीवन मसीह के साथ परमेश्वर में छिपा हुआ है। ഇതാണ് അത്യുന്നതന്റെ മറവിൽ വസിക്കുക എന്നുള്ളത്. तो यहाँ पर देखो कि अब क्योंकि तुम मर चुके हो, परमेश्वर में छुपे हुए हो, तो यही हमने भजन संगीता हमने 91 में देखा कि सर्वशक्तिमान प्रधान के छाया में हम छुपे हुए हैं करके। കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ ആ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന ഭാഗം, ക്രിസ്തുവിനോട് മരിച്ചു, അഗ്രചർമ്മം മുറിച്ചു കളഞ്ഞു, ഞാൻ പരിച്ഛേദന ഏറ്റവനാണ് എന്നുള്ളത് നമ്മൾ മുറുകെ പിടിച്ചാൽ 91-ാം സങ്കീർത്തനത്തിൽ പറയുന്ന എല്ലാ വചനവും വാഗ്ദാനവും നമുക്ക് വേണ്ടിയുള്ളതാണ്. तो इसलिए परमेश्वर की छाया में छुपा हुआ रहना करके बोलते हैं समय में कोलोसे 3:3 में, क्योंकि अभी हम मसीह, अब क्योंकि हम मर चुके हैं और अब मसीह के साथ हम छुपे हुए हैं करके इस अनुभव में बने रहने वाला व्यक्ति, मतलब प्रभु में जो छुपा हुआ व्यक्ति, मतलब क्या हुआ, उसका हृदय का खतना हो चुका है, प्रभु का आत्मा का संगति में वो बना रहता है। ऐसा विश्वासी को भजन संगीता 91 में जो वहां पर लिखा हुआ हर एक जो प्रतिज्ञाएं है वो उसका लाभ बन जाता है। അവര് ഉത്തമഗീതത്തിൽ അവർ വായിക്കുന്ന ഒരു പാറയുടെ പിളർപ്പിലാണ്. കാരണം അത്ര സുരക്ഷിതത്വമാണ് ക്രൂശ് നമുക്ക് നൽകി തരുന്നത്. जो हम लोग श्रेष्ठ गीत में हम लोग पढ़ते समय में मारा हुआ चट्टान में प्रभु ने हमें संभाल के रखा है करके बोलते समय में उतना बड़ा गहरा सुरक्षितापन वो विश्वासी को मिलता है जो मसीह में बना रहता है। ഈ സുരക്ഷിതത്തിൽ നമുക്ക് ജീവിക്കാം. അതാണ് ആത്മാവിലുള്ള ജീവിതം. तो इसी सुरक्षितापन में हम लोग बने रहे, इसी को कहते हैं आत्मा में जीना। പ്രൈസ് ദി ലോർഡ്. प्रभु हम सबको सहायता करे। प्रेज द लॉर्ड।